പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവകരങ്ങളിൽ താണിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ദൈവം നമ്മളെ അതിശക്തമായി ഉപയോഗിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കേട്ടും ദൈവ വചനത്തെ അനുസരിച്ചും താണിരിക്കേണ്ടതായിട്ടുണ്ട്. സമയനിഷ്ഠയോടുകൂടെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു തിരുവചന സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ആ ഒരു സന്ദേശം നിങ്ങൾക്കൊക്കെ അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത് സമയനിഷ്ഠയോടെയുള്ള പ്രാർത്ഥന, രണ്ടാമത്തേത് ആത്മാവിൻ്റെ ഇടപെടിയിൽ, 3 ആത്മാവ് തന്നെ ഉപയോഗിച്ചത്. ഈ 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ആത്മീക വർധനവിന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ വെറും ഒരു ചരിത്ര പുസ്തകമായിട്ടോ കഥപുസ്തകമായിട്ടോ ആരും കാണാതെ അതിൻ്റെ അകത്തു നിന്ന് ചില ആത്മീക ചിന്തകൾ നമുക്ക് കർത്താവ് നൽകി തരുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ വേണം നാം ആ പുസ്തകം പഠിക്കാൻ. ഏകദേശം 30 വർഷത്തെ സഭയുടെ ആരംഭകാല ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വെൺമാടത്തിലേക്ക് കയറി. വെൺമാടം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഹൗസ് ടോപ്പ് എന്നാണ്. ഹൗസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ മുകളിൽ ടെറസിൽ, അല്ലെങ്കിൽ ഹൗസ് ടോപ്പ് എന്ന് നിങ്ങൾ ചിന്തിച്ചു. പത്രോസിൻ്റെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നത്? ഈ ആത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ വരുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും താൻ പരാജയപ്പെട്ട ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗലീല കടലിൽ മീൻ പിടിക്കുവാനായിട്ട് ആ പഴയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരാളെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്നേഹത്തോടെ കർത്താവ് വിളിച്ച് അടുത്തിരുത്തി യെരുശലേം വിട്ടുപോകാതെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ശക്തി ആ പെന്തക്കോസ്ത് നാളിൽ അദ്ദേഹത്തിൻ്റെ മേലും കൂടെയുള്ളവരുടെ മേലും വന്നപ്പോൾ സംഭവിച്ചത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തിയോടെ പ്രസംഗിക്കുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെയാണ്. അതും അദ്ദേഹം എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം 6-ാം മണി നേരത്ത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനാ സമയങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്. ഞാൻ അതിനൊരു ഉപദേശമായിട്ടല്ല പറഞ്ഞത്, കാരണം എനിക്കറിയാം അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. യഹൂദൻ്റെ പ്രാർത്ഥനാ സമയം വെച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഞാനൊരു മറുപടി ഞാൻ പറയുകയാണ്. ഞാൻ ആ സമയം വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. ഞാൻ അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്കൊരു ചിട്ടയുണ്ടാകണം, സമയനിഷ്ഠയുണ്ടാകണം. ഈ ചില സമയത്താണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഗ്രാഫ് മേളിലോട്ട് പോകും, ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ ഗ്രാഫ് താഴോട്ട് പോകും. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആക്കുക. കാരണം ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ വിധേയപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ, കൂടുതലും ഇന്ത്യക്കാരാണല്ലോ മെസ്സേജുകൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സൈനികൻ അദ്ദേഹം ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചാൽ 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകാൻ അതിനായിട്ട് റെഡിയായിട്ട് ഇറങ്ങണമെന്നുള്ളതാണ്. അപ്പം അത്രത്തോളം ജാഗ്രതയോടെ ഒരുക്കമുള്ളവനായി വേണം സൈനിക സേവനം ചെയ്യാൻ. ശരിക്കും ദൈവരാജ്യത്തിൻ്റെ അകത്തും ഇതേ കാര്യം തന്നെയാണ്. ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ, ദൈവവചനത്തിലൂടെ, ദൈവിക വിശുദ്ധിയിലെല്ലാം ആ ഒരുക്കത്തോടെ ജാഗരൂകരായിട്ട് ഇരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചില അനുഭവങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം കണ്ടോ അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സമയം
ദൈവത്തിൻ്റെ ഹിതം, ദൈവം ഉപയോഗിക്കുന്ന വഴികൾ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. കാരണം എൻ്റെ മനസ്സിൽ ശരിക്കും ആ ഒരു വേദഭാഗ ധ്യാനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറയാം, ആ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും വിജയകരമായി തീരുന്നത്. അപ്പം ഇദ്ദേഹം 6 മണി നേരത്ത് പ്രാർത്ഥിക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് വിശന്നു എന്നുള്ളതാണ്. അപ്പം വ്യക്തിപരമായ പ്രാർത്ഥന ചിട്ടയോടുകൂടെ ഉള്ളതായിരിക്കണം, ദൈവാശ്രയത്തിൽ നിന്നുള്ളതായിരിക്കണം. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം സമയം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാകുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കാത്രത്തോളം കാലം ഒരിക്കലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ ഇരിക്കാത്രത്തോളം കാലം ഒരിക്കലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. പരിശുദ്ധാത്മാവിന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവ കൽപ്പനകൾ അനുസരിച്ച് ദൈവിക വിശുദ്ധിയോടെ ദൈവകരങ്ങളിൽ താണിരിക്കുക, പ്രാർത്ഥന ചിട്ടയോടുകൂടി ഉള്ളതായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഒരു മുകളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹം ആ ഹൗസ് ടോപ്പിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വിവശത വന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സത്യത്തിൽ ഈ വിവശത എന്ന് പറയുന്ന ഒരു ദർശനമായിരുന്നു. ആ ഒരു ദർശനം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഒരു പെട്ടി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിൻ്റെ വിവരണങ്ങളൊന്നും ഞാൻ തരുന്നില്ല. ഇത് 3 പ്രാവശ്യം ഇദ്ദേഹത്തിന് കണ്ടപ്പോൾ ഇദ്ദേഹം ചഞ്ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. അദ്ദേഹം ചഞ്ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് 3 പേര് ആ സ്ഥലത്ത് വരികയാണ്. ഉടനെ ആത്മാവ് തന്നോട് പറയുകയാണ്, ഇറങ്ങിച്ചെല്ലുക. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നു, ദർശനം കിട്ടുന്നു, ഇറങ്ങിച്ചെല്ലാൻ പറയുന്നു. അപ്പോൾ 1, പ്രാർത്ഥനയിൽ സമയം വേർതിരിച്ചിരിക്കുക എന്നുള്ളതാണ്. 2, ദൈവത്തിൻ്റെ ശബ്ദത്തിനും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ വിധേയപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ദർശനമാണ്, സ്വപ്നമല്ല. ഈ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ സ്വപ്നമെന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതും ദർശനമെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൺമുമ്പിൽ കാണിക്കുന്ന ചില കാഴ്ചകളുമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു ദൈവികമായ ദർശനമുണ്ടായി. സത്യത്തിൽ ഈ ഒരു ദർശനം തനിക്ക് ഉണ്ടാകുന്നത് തൻ്റെ ചില കാഴ്ചപ്പാടുകളെ പൊളിച്ചു കളയാനാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു ധാരണയുണ്ട്, നമുക്കറിയാം, നമ്മളെ കൊണ്ടെല്ലാം കഴിയും, പിന്നെ നമുക്ക് കാരണം പത്രോസ് എന്ന് പറയുന്ന ആൾ മുൻനിരയിൽ നിന്നൊരാളാണ്, നമുക്കറിയാം. 2-ാം അധ്യായം മുതൽ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സഭയുടെ ആരംഭകാലങ്ങളിൽ മുന്നിൽ നിന്നൊരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കുറച്ച് കൺസെപ്റ്റുകൾ, ചിന്തകൾ തൻ്റെ ഉള്ളിൻ്റെ അകത്തുണ്ടാകും തീർച്ചയായിട്ടും. അപ്പം ഈ ചില ചിന്തകളെ, കുറെ ഇടുങ്ങിയ ചിന്തകളെ, അല്ലെങ്കിൽ മനുഷ്യനായി കാണാൻ പറ്റാത്ത ആ യാഥാസ്ഥിതിക യഹൂദന്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ, ഈ കുറച്ച് ചിന്തകളെ തൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ഉടച്ചു കളയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത്, അപ്പോൾ അതാണ് 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. 3-ാമത്തേത്, ദൈവം ഒരുക്കുന്ന വഴികൾ തൻ്റെ അരികിലേക്ക് വരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തെ ഞാൻ കുറച്ച് അധികമായിട്ടൊന്ന് വിശദീകരിക്കുകയാണ്, കാരണം നമ്മളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പത്രോസ് അദ്ദേഹം ആരെയും തേടിപ്പോയതല്ല, അദ്ദേഹത്തെ തേടി ഇങ്ങോട്ട് വന്നതാണെന്നുള്ളതാണ്. എനിക്കതിൻ്റെ അകത്ത് ഒരു ദൈവഹിതവും ദൈവത്തിൻ്റെ ഇടപെടലും അത്ഭുതം തോന്നി. കാരണം 2 സൈഡിലും ഒരുപോലെ ദൈവം ഈ ഒരു കാര്യത്തെ ചേർത്ത് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പത്രോസിന് ചില കാഴ്ചപ്പാടുകൾ ദൈവം നൽകി കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. 2, കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ ചില ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ട് ഇത് രണ്ടും ഒന്നിച്ച് ചേരുകയാണ്. ഇദ്ദേഹം ഈ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തെ അന്വേഷിച്ച്
ആളുകൾ വരികയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദൈവത്തിൻ്റെ ടൈമിങ്, ദൈവത്തിൻ്റെ ഇടപെടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയാം. നമ്മുടെ ജീവിതത്തിലെ ചില ദൈവിക ഇടപെടിയിൽ ഇങ്ങനെയായിരിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു സംശയവും വേണ്ട, ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അന്വേഷിച്ചു പോവുകയല്ല, നമ്മളെ അന്വേഷിച്ചു വരികയാണ്. ജീവിതത്തിൽ ഒരു ചെറിയൊരു അനുഭവം ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റിലാണ്. ഞാൻ ഈ ഒരു അബ്ബാസി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ 27-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. ആ ഒരു സമയത്ത് കുറച്ചധികം മീറ്റിങ്ങുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ മീറ്റിങ്ങുകളുടെ ദിവസങ്ങളിലേക്ക് അടുത്തു വന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇവിടുത്തെ ബേസ്മെന്റ് ചർച്ചസുകൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പലതും വന്ന് റെയ്ഡ് ചെയ്ത് പൂട്ടി. കാരണം അനുമതി ഇല്ലാത്തത് കൊണ്ടാണ്. പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഗവൺമെന്റ് അനുവദിച്ച NECK എന്ന് പറയുന്ന ഒരു സഭാ ഹാള് കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. അപ്പം ആളുകൾക്ക് എല്ലാ ദിവസവും മീറ്റിങ്ങിനായിട്ട് അവിടെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ബിൽഡിങ്ങുകളുടെ ബേസ്മെന്റുകളെ ആരാധനാലയങ്ങളാക്കി തീർത്ത് അതിൻ്റെ അകത്താണ് പ്രാർത്ഥനകൾ കൂടുതലും നടത്തുന്നത്. അപ്പം ഈ മീറ്റിങ്ങുകളിലൊക്കെ പോയി ഞാനും ശുശ്രൂഷിക്കേണ്ടതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അടച്ചു, റെയ്ഡായി, എല്ലാവരും ആകെ പ്രയാസത്തിലായി. മീറ്റിങ്ങുകൾ പലതും സൂമിലാക്കി. ഒത്തിരി പേര് വിഷമത്തോടെ ദൈവദാസൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ, മുന്നോട്ട് എന്തോ ആയിത്തീരും എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഭാരപ്പെട്ടു. എനിക്കും സത്യത്തിൽ കുറച്ച് ഭാരമുണ്ടായി. പക്ഷേ മറുഭാഗത്ത് ദൈവസന്നിധിയിൽ ഞാൻ ആശ്വസിച്ചു. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, നമ്മൾ ദൈവം മുമ്പാകെ ഇരുന്നാൽ, പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലത് വരുമെന്ന് വചനം വായിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു. ദൈവാത്മാവ് എനിക്ക് ഉറപ്പ് തന്നു. ഞാനതുകൊണ്ട് ചെയ്തത്, കുറേ ദിവസങ്ങളിൽ ഞാൻ ഉച്ചവരെയുള്ള സമയങ്ങൾ ഫാസ്റ്റിംഗ് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കും, പ്രാർത്ഥിക്കും, മെസ്സേജുകൾ വീഡിയോ ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഇപ്പം എന്നോട് പറഞ്ഞ പലരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി ശുശ്രൂഷയ്ക്ക് വഴിയോ അവസരവും ഇല്ലെങ്കിൽ ദിവസം 2000-3000 പേരോട് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയിൽ എനിക്ക് അതിൽ കൂടുതൽ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2000, 3000, 4000 ആളുകളോട് ദിവസം നമ്മൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. അവർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലിരുന്ന് എന്താ പറയുന്നത്, ഒരു സാധാരണക്കാരായ എൻ്റെ വാക്കുകളിലൂടെ വരുന്ന ആ ഒരു ദൈവവചനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ, ഞാൻ ഡെയിലി ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ. പക്ഷേ ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച അതേ കാര്യം എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഞാൻ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ധാരാളം ആളുകളോട് ദൈവം ഇടപെട്ടു, വന്നു, കൊണ്ടുപോയി, അവരോടൊക്കെ ദൈവവചനം പറഞ്ഞു, അവരെ ദൈവസന്നിധിയിൽ ബലപ്പെടുത്താൻ പറ്റി, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ സംഭവിച്ചത് ഇതുവരെ വിശ്രമമില്ലാതെ ഒരൊറ്റ ദിവസം പോലും മീറ്റിങ്ങുകളില്ലാതെ ഇരുന്നിട്ടില്ല. എല്ലാ ദിവസവും ദൈവം ശുശ്രൂഷയുടെ വഴികളെ ദൈവം തുറന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് തന്നെ സകലതും ചെയ്തുകൊള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമുള്ളവരാകണം. ഒരുക്കമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കൊണ്ടോ അല്ല ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതെങ്കിലും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില മിനിമം ക്വാളിറ്റീസ് ഉണ്ട്. അതെന്താണ്? സമർപ്പണമുള്ള മനസ്സ്, വിശുദ്ധ ജീവിതം, ദൈവസന്നിധിയിൽ സമയം വേറിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, ഒന്ന്, ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ കയറി. 2, ആത്മാവ് തന്നോട് ഇടപെട്ടു. ദർശനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കർത്താവ് തന്നെ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. 3, ഇറങ്ങിച്ചെല്ലാൻ ആത്മാവ് പറയുകയാണ്. ഒരു കാര്യം ഞാൻ ദൈവവചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയാം. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കയറി ചെന്നാൽ നമ്മളെ ദൈവം ഇറക്കുന്ന ചില ദിവസങ്ങളുണ്ട്, നമ്മളെ ഉപയോഗിക്കുന്ന ചില ദിവസങ്ങളുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം തരുന്ന ദിവസങ്ങളുണ്ട്. നമ്മളെ അന്വേഷിച്ച് ചില വഴികൾ ദൈവത്താൽ വരും.
നമ്മളെ അയക്കേണ്ടിടത്ത്, നമ്മൾ പോകേണ്ടുന്ന ഇടത്ത് തിരുഹിതപ്രകാരമുള്ള പാതകളിലൂടെ കർത്താവ് നമ്മളെ നടത്തുകയും ദൈവം നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവസഭയുടെ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറയുന്നില്ല. കാരണം യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് ശരിക്കും ഒരു ഷിഫ്റ്റ് സഭാ വളർച്ചയിലുണ്ടായത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലാണ്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആ ഒരു സംഭവം. അത് ആ ദൈവസഭയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. പിന്നീട് അവിടെ തൊട്ട് നമ്മൾ കാണുന്നത് ഭയങ്കരമായ ദൈവിക ഇടപെടലുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യന്റെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയാണ് ഇത്രയും വലിയൊരു ദൈവപ്രവർത്തിക്ക് അതെ കാരണമായി തീർന്നത്. അതുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ആത്മാവ് അവരുടെ മേൽ വരികയാണ്. എന്ത് പെട്ടെന്നാണെന്നറിയാം ദൈവാത്മാവ് അവരുടെ മേൽ വന്നത്. അപ്പൊ ഈ പത്രോസൊക്കെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. നമ്മൾ കാത്തിരുന്ന് പ്രാപിച്ചതിനെ ഇവർക്ക് എത്ര നിസ്സാരമായിട്ടാണ് കിട്ടിയതെന്ന്. അങ്ങനെ ദൈവം ശരിക്കും പറഞ്ഞാൽ ചില എന്താ പറയുന്നത്, ചില ചിന്താഗതികളെ ഉടച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അതിരിനെ വിസ്തൃതമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രാർത്ഥനയിലും മുന്നോട്ട് പോകാം. ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഈ തലമുറയിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവം മുമ്പിൽ ആയിരിക്കണം. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.